പാർത്ത സന്ദീപ് വാര്യരുടെ ഐഡിയ ഒന്നും ഏറ്റില്ല. BJP ഡബിൾ സ്ട്രോങ് തന്നെയാണ്. കരോൾ വിഷയത്തിൽ BJP പെടുത്താനായി സന്ദീപ് വാര്യർ ആദ്യം ഒരു പോസ്റ്റുമായൊക്കെ രംഗത്ത്, പിന്നീട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറേ കോൺഗ്രസ്സുകാരും കുറേ കമ്മികളും ഒക്കെ രംഗത്ത് വന്നു. പക്ഷേ പാലക്കാട് കരോളിൽ എന്താണ് സംഭവിച്ചതെന്നും തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചതെന്നും ഓരോ സ്ഥലങ്ങളിൽ കരോളുമായി ബന്ധപ്പെട്ട് BJPയെ തകർക്കാനുള്ള, ന്യൂനപക്ഷങ്ങളോട് BJP അടുക്കുന്നത് തകർക്കാനുള്ള, അതായത് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള തന്ത്രമാണിതെന്നുള്ളത് തെളിഞ്ഞു. ഇപ്പോൾ അടപടലം തേഞ്ഞിരിക്കുകയാണ് സന്ദീപ് വാര്യർ അടക്കമുള്ള കോൺഗ്രസ്സുകാർ. എന്താണ് പാലക്കാട് യഥാർത്ഥത്തിൽ കരോളിൽ സംഭവിച്ചത്? പാർത്ത, ഒരു കാര്യം കൂടി, എനിക്ക് നാക്കിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സംസാരം കുറച്ചിങ്ങനെ ഈ വ്യക്തതയില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്ക് വാ തുറക്കുമ്പോൾ നല്ല വേദനയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ മുതൽ ഞാൻ എൻ്റെ കൂടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ നീ അധികം സംസാരിക്കേണ്ട, വേദന ഉണ്ടെങ്കിലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കാത്തത്. അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചെടുക്കരുത് പ്രേക്ഷകർ എന്ന് ഒരു അപേക്ഷ കൂടിയുണ്ട്. തീർച്ചയായും. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മുടെ പ്രേക്ഷകർ എടുക്കുള്ളൂ. എന്തായാലും പാലക്കാട് കരോൾ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ തന്നെ വാർത്ത ചെയ്തതാണ്. കാരണം മാധ്യമങ്ങളൊക്കെ വളച്ചൊടിച്ച ഒരു വാർത്തയാണ് പാലക്കാട് കരോൾ സംഭവവുമായി ബന്ധപ്പെട്ട്. കാരണം യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന കാര്യത്തെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. അവർ ഈ പറയുന്ന പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ ഒരു ബൈറ്റ് എടുക്കുകയോ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ബൈറ്റ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ അവർ ചെയ്ത കാര്യത്തെ, അത് ഞാൻ ഇപ്പോഴും പറയുന്നു, അവർ ചെയ്ത കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അവിടെ ചെയ്യരുതായിരുന്നു. കാര്യം ഒരു വലിയ സുഡാപ്പിവൽക്കരണത്തിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ സുഡാപ്പിവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്രയേറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം തകർക്കാനുള്ള എങ്ങനെ അത് തകർക്കണമെന്നിങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു മരുന്നിട്ട് കൊടുക്കലാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ നടന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവിടെ ക്രിസ്മസ് ആഘോഷത്തിനെതിരെയോ ക്രിസ്മസ് കരോളിനെതിരെയോ അല്ലെങ്കിൽ കുട്ടികൾ ക്രിസ്മസ് വസ്ത്രം ഇട്ട് വരുന്നതിനെതിരെയോ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് അവർ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി അവിടെ ഈ കരോൾ ഘോഷയാത്ര, കരോൾ റാലി എന്നൊക്കെ പറയുന്ന സംഭവം നടത്തിയതിനെതിരെയാണ് അവിടെ ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യങ്ങൾക്ക് അധ്യാപകർ തിരിച്ച് പ്രകോപനം ഉയർത്തി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അങ്ങനെ പ്രകോപനം ഉയർത്തിയപ്പോൾ അവിടെ നിന്ന് ചോദിച്ച ചോദ്യം, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അടുത്ത കുറേ ആഘോഷങ്ങൾ, മതപരമായ ആഘോഷങ്ങൾ വരുന്നുണ്ട്, അതിൽ കൃഷ്ണ ജയന്തിയുണ്ട്, നബിദിനമുണ്ട്, ഇതിലൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ നടത്തുമോ എന്ന് ചോദിച്ച സമയത്ത് അതിൽ അധ്യാപകർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയും അവരോട് ആദ്യം തർക്കിച്ചെങ്കിലും പിന്നീട് ശരിയാണ്, ഒരു സർക്കാർ സ്കൂളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തേണ്ടതില്ല, ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു പോവുകയും അതിനുശേഷം ഒരു ഇടത് സംഘടനാ നേതാവ് കുത്തിത്തിരിപ്പുമായി വരികയും, KSTAയുടെ ഒരു നേതാവ് കുത്തിത്തിരിപ്പുമായി വരികയും ഇത് വലിയ വാർത്തയാക്കുകയും ഇവിടെ ക്രിസ്മസ് ആഘോഷം VHB ഭീഷണിപ്പെടുത്തി, ക്രിസ്മസ് ആഘോഷം VHB തടഞ്ഞു, പുൽക്കൂട് അടിച്ച് തകർത്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നു. അവിടെ ആ സ്കൂളിൽ ആരാണ് പുൽക്കൂട് അടിച്ച് തകർത്തത്? ആ സ്കൂളിൽ VHPയുടെ ഒരാളും, അതായത് ഈ പറയുന്ന 3 പ്രതികളിൽ ആരും അവിടെ സ്കൂളിൽ പുൽക്കൂട് അടിച്ച് തകർത്തിട്ടില്ല. അവിടെ ഒരാളെപ്പോലും ആക്രമിച്ചിട്ടില്ല. അധ്യാപകർ തമ്മിൽ സംസാരമുണ്ടായി, ആ സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു, പിന്നീട് ഇവർ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. CPMൻ്റെ അധ്യാപക സംഘടനയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ. അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊരു പ്രശ്നമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ് ഇതിനെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. കാരണം സന്ദീപ് വാര്യരെ പോലുള്ള രാഷ്ട്രീയത്തിൽ, അതായത് BJP രാഷ്ട്രീയം കൃത്യമായി പഠിച്ച ഒരാൾ, BJPയുടെ ടാക്ടിക്സ് അറിയാവുന്ന ഒരാൾ, അയാളാണ് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സന്ദീപ് വാര്യരെ എന്തിന് ഭയക്കണം എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. മനസ്സിലായില്ലേ? സന്ദീപ് വാര്യർക്ക് അറിയാം ഇവിടെ എന്ത് പറയണമെന്നുള്ളത്. അപ്പം ഈ പറയുന്ന കരോളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ വളരെ ഫലപ്രദമായി സന്ദീപ് പറഞ്ഞു എന്നുള്ളതാണ്. സന്ദീപ് കോൺഗ്രസിലാണ് നിൽക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കേക്കും കൊണ്ട് ക്രിസ്ത്യൻ വീടുകളിലേക്ക് വരും എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് BJP ആദ്യഘട്ടത്തിൽ പോയി. ഇത് സത്യത്തിൽ BJPയുടെയോ നമ്മളുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പ്രശ്നമല്ല. ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ടതില്ലേ? കാരണം ബഹുമാനപ്പെട്ട ഈ പറയുന്ന പിതാക്കന്മാരും അച്ഛന്മാരുമൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറയുന്ന കാര്യമാണിത്. വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ പിതാവ് പറഞ്ഞത്, നരേന്ദ്രമോദി അവിടെ ക്രിസ്മസ് വിരുന്നൊരുക്കുമ്പോൾ ഇവിടെ മറ്റു ചിലർ പുൽക്കൂട് തകർക്കുന്നു, ഇതിന് കേരളത്തിൽ പറയുന്ന വാക്ക് വേറെയാണ് എന്നാണ് പറഞ്ഞത്.
ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാലക്കാട് മറ്റൊരു സ്കൂളിൽ കുട്ടികൾ ഉണ്ടാക്കി വെച്ച പുൽക്കൂട് അടിച്ച് തകർത്തിട്ടിരിക്കുന്നു. പിറ്റേന്ന് അത് വലിയ വാർത്തയാവുന്നു. അതിൻ്റെ അടിയിൽ പോയിട്ട് ഈ സുഡാപ്പികൾ തീർത്ത് കമൻ്റ് ഇടുന്നത് ജയ് ശ്രീറാം, BJP, സുരേഷ് ഗോപി എന്നൊക്കെയാണ് കമൻ്റ് ഇടുന്നത്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വാർത്ത കാണുന്ന ഒരാൾക്ക് എന്താ വിചാരിക്കുക? ഇതിൻ്റെ പുറകിൽ BJP ആണ്, ഇതിൻ്റെ പുറകിൽ RSS ആണ്. ആ വിഷയത്തിൽ ആരാണ് പ്രതികളെന്ന് പോലും പുറത്തു വന്നിട്ടില്ല. ആ മേഖലയിൽ BJP ശക്തവുമല്ല. അപ്പോൾ ഇത് പാലക്കാട് ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തെ എന്താണ് വലിയ ആളി കത്തിക്കാൻ വേണ്ടി BJPയുടെ പേരിലിടാൻ വേണ്ടി ആരോ മനഃപൂർവ്വം കളിച്ച കളി പോലീസ് FIR രജിസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ്. അങ്ങനെ കളിച്ച ഒരു കളിയെ വീണ്ടും BJPയുടെ തലയിലിടാൻ ശ്രമിച്ചു. തൃശ്ശൂരിൽ ഈ പറഞ്ഞതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയിട്ട് അവിടെ ഭീഷണിപ്പെടുത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ അത് കേരള പോലീസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതിൻ്റെ ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾക്ക് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. സുരേഷ് ഗോപി വന്നല്ലോ, ഇനി നിങ്ങളങ്ങ് ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ ക്രിസ്ത്യൻ സമുദായത്തോട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഭീഷണിയുടെ രൂപത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ് കേരള പോലീസ് ഇങ്ങനെ പള്ളികളിൽ കയറി ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതും BJPക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് തന്നെ നമ്മൾ വേണം കരുതാൻ. പക്ഷേ പൊതുസമൂഹത്തിൽ ആ വാർത്തയും പുറത്തു വന്നു. കേരള പോലീസ് ചെയ്ത തെമ്മാടിത്തരത്തിന് വാർത്ത പുറത്തു വന്നത് എന്താ? വാർത്ത പുറത്തു വന്നത് പിന്നെ ഈ പറയുന്ന BJPക്കെതിരെ പിന്നെ സംസാരിച്ചു, BJP ആണ് ഇതിൻ്റെയും പുറകിലെന്ന്. എന്ത് കഥയാന്ന്? ഇതെനിക്ക് എന്തോ പറയാനുണ്ടോ? ഞാൻ ചോദിക്കാൻ വന്നത് പാലയൂർ പിന്നെ പള്ളിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ചർച്ചയായത് പാലക്കാട് സംഭവമാണ്. അതിൽ BHPയുടെ പേര് വന്നതുകൊണ്ട് അത് BJP പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഹിന്ദുക്കളുടെ വോട്ട് മാത്രം കൊണ്ടല്ല. അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് തന്നെയാണ്. വ്യക്തിയെ നോക്കിക്കൂടെയാണ്, പാർട്ടിക്കപ്പുറം വ്യക്തിയെ കൂടെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള BJP കുറേ നാളുകൊണ്ടുള്ള BJPയുടെ ശ്രമം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ എവിടെ ഇരുന്ന് മെനഞ്ഞ തന്ത്രമാണ് പാലക്കാട് സംഭവിച്ചത് എന്നുള്ളത്. പാലക്കാട് കരോൾ BJP തകർക്കാൻ ശ്രമിച്ചു, കരോൾ സംഘത്തെ BJP പിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ക്രിസ്ത്യാനികളെ BJPയിൽ നിന്ന് അകറ്റുക, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്ന് അകറ്റുക എന്നുള്ളൊരു തന്ത്രം കോൺഗ്രസ് ഉൾപ്പെടെ മെനയുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ BJP ചെന്ന് വീഴുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കൊട്ടേഷൻ സംഘമുണ്ട്. ഇത് BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയ ഒരാളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പോകാൻ മാത്രമേ BJP അധ്യക്ഷൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയുന്നുള്ളൂ എന്നതാണ്. വ്യക്തമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ ഇവരാരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പാളിച്ച തന്നെയല്ല, അല്ലേ? തീർച്ചയായും അത് തന്നെ പറഞ്ഞത് വളരെ വലിയൊരു പോയിന്റാണ്. കാരണം സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, സന്ദീപ് വാര്യരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെയാണ് എടുക്കുക? സന്ദീപ് വാര്യരോടുള്ള ഒരു പ്രശ്നം കൊണ്ട് പറയുന്നു എന്നുള്ളത് മാത്രമേ എടുക്കുള്ളൂ. സന്ദീപ് വാര്യർ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്ത് തെളിവുണ്ട്? സന്ദീപ് വാര്യർ ആണെങ്കിൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം BJPക്ക് ഉണ്ടല്ലോ. BJP എന്തെല്ലാം കാര്യത്തിൽ തുനിഞ്ഞിറങ്ങുന്നു, അങ്ങനെ ഇതിലും തുനിഞ്ഞിറങ്ങി അത് പുറത്തു കൊണ്ടുവരണം. അല്ലാതെ ഒരാൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ അതിനേക്കാട്ടൊക്കെ അപകടകരമായി നടക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസും CPM ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുന്നു. അവർ എന്ത് കാര്യം ചെയ്തും ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുക്കുന്നതിനെ തടയാൻ അവർ ശ്രമിക്കും. അപ്പോൾ പാലക്കാട് നടക്കാത്തൊരു സംഭവം, അതായത് നിങ്ങളിവിടെ ശ്രീകൃഷ്ണ ജയന്തി മാത്രം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് വാർത്ത വന്നത്. അങ്ങനെയൊരു കാര്യമേ അവിടെ പറഞ്ഞിട്ടില്ല. ഈ മാധ്യമങ്ങൾ ആരെങ്കിലും തിരുത്തുവോ? തിരുത്തില്ല. ഇവിടുത്തെ ഏതെങ്കിലും സുഡാപ്പികൾ വന്നിട്ട് പിന്നെ ഇത് അയ്യോ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുമോ? പറയില്ല. മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യൻ സഭയും അതുപോലെ തന്നെ BJPക്കാരുമാണ്. നിങ്ങളിങ്ങനെ അഴകുഴമ്പൻ സമീപനമാണ് ഇക്കാലത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, BJPയുടെ സംസ്ഥാന നേതൃത്വമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. അവസാനമായിട്ട് നമ്മുടെ കോട്ടയത്തെ പത്തനംതിട്ടയിലെ സംഭവം എടുത്ത് പരിശോധിച്ചാൽ മീഡിയ വണ്ണായിരുന്നു പത്തനംതിട്ടയിലെ സംഭവം 10ഓളം വരുന്ന ആളുകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ കൊടുത്തത്. ഇന്ന് മീഡിയ വണ്ണൊന്നും അത് കാണുന്നില്ല. സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 10 സാമൂഹ്യ വിരുദ്ധരായ 6 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ന് 8 പേരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധർക്ക് പേരില്ല, സാമൂഹ്യ വിരുദ്ധർക്ക് ഊരില്ല, സാമൂഹ്യ വിരുദ്ധർക്ക് രാഷ്ട്രീയമില്ല. ഈ തരത്തിൽ
ഒരു കാര്യത്തെ വളച്ചൊടിച്ചു കൊണ്ടൊരു ഭാഗത്ത് കൊണ്ടുപോവുക, പോലീസ് കയറി നിരങ്ങിയതിനെ വളച്ചൊടിക്കുക, നേരെ ഇപ്പുറത്ത് മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനെ സാമൂഹ്യ വിരുദ്ധരെന്ന് മുദ്ര കുത്തുക. അവിടെയൊന്നും ബി ജെ പിക്ക് ഒരു സ്ഥാനവുമില്ല. പിന്നെ അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധമില്ല എന്ന് കരുതുന്നവർക്കെല്ലാം സാമൂഹ്യ വിരുദ്ധരാണ്. അത് മതേതരത്വ തടയലായി മാറിയിരിക്കുന്ന ഒരു സമയമാണുള്ളത്. അപ്പം ബി ജെ പി ഇതിനെ വളരെ കൃത്യമായി പ്രതിരോധിച്ചില്ലെങ്കിൽ വളരെ വലിയ ഭീഷണി ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.